ഇത് നമ്മൾ പലരുടെയും ജീവിതം നമ്മൾ പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് പള്ളിപ്പാടുള്ള ആൾക്കാരുടെ ജീവിതമൊന്നും നമ്മൾ മാത്രം സൂക്ഷിച്ച് വീട്ടിൽ നമ്മുടെ വെള്ളം കയറത്തില്ല, നമ്മൾ സൂക്ഷിച്ചിരിക്കുക. ഇങ്ങനെയൊന്നും വിചാരിച്ചാൽ മതി. എന്താ പറയുക, ഈ വീഡിയോ കൊണ്ട് കിട്ടും ഇവിടെ കൊണ്ട് വെക്കും വീട്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. അതാണ് മാസം. ഹായ് ഗൈസ്, വെറുതെ വീട്ടിലിരുന്ന നമ്മളാണ്. അതെ അതെ അതെ. നമ്മളെ പൊക്കിക്കൊണ്ട് പള്ളിപ്പാട് പോകാന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ ക്യാമറ എടുക്കുന്ന ആൾ എന്നെ വിളിച്ചോണ്ട് പോകും. നടക്കാൻ പോലും പോയി, കാല് പൂഴ്ത്തി പോകുന്നു. അവസ്ഥ നോക്കാണ്ട് കാണിച്ചതാ എന്താ ഒഴുക്കേണ്ടതേ. എന്തൊരു നല്ല പ്രകൃതിയാണ്. സ്റ്റോറി ഇടുന്നു സംസാരിക്കുന്നതൊക്കെ പൂഴ്ത്തി ബ്ലോഗിനിടും യൂട്യൂബിലും ഇടും. മറ്റേ ഇത് അല്ലടാ, മറ്റേ ഇതിലെന്തായത് ആ സിനിമയുടെ ഡയലോഗുണ്ടല്ലോ, ആവേശം കഴിഞ്ഞില്ലെങ്കിലേ തല മുക്കി വെച്ചാൽ മതി, പെടച്ച് ചാകാം. Catching a breeze, love moving through me like a waterfall. Right side and left side. Like a waterfall. केरल के महाकर अथॉरिटी की अरे मालिक हाँ मालिक। हाँ अरे मालिक, वो थोड़ा सा गलती हो गई। അതുകൊണ്ട് വരുന്നത് തൊലിച്ച് ഒരു സൈഡിൽ മാറിയിരിക്കണല്ലോ, നല്ല പണി കിട്ടുവേ. അങ്ങോട്ട് ഒത്തിരി ഇറങ്ങല്ലേ നീ. കാലിലെ കുരുണ്ട് ഓഫാവില്ല, വണ്ടി ഓഫായാൽ പണിയിടും. സൈക്കിളിൻ്റെ പുള്ളിയുടെ സൈഡിൽ മാറാൻ പറയാം. അച്ഛൻ മാറി. ഫസ്റ്റ് പോകാൻ പറഞ്ഞു. എവിടെ വണ്ടി ഇരിച്ചേ? അവിടെ നിന്നല്ലേ ഇവിടെ മുട്ടെണ്ണമാരെ അതുകൊണ്ട് ചേർക്ക്. ഇവിടെ ഏറ്റവും ആഴം കണ്ട ഈ ഭാഗം. ഇവിടെ വന്നായിരുന്നു എൻ്റെ വണ്ടി മുങ്ങിയേനെ. ഇവിടെ വന്നാലും എൻ്റെ വണ്ടി മുങ്ങിയേനെ, ഉറപ്പായിട്ട് വണ്ടി മുങ്ങിയേനെ. ഇവിടെ വന്നാലും മുങ്ങിയല്ലേ കണ്ടാ. ഇപ്പൊ അദ്ദേഹം മാറ്റി പറയുന്നത് കണ്ടാ, അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പറയുന്നത്. ഞങ്ങളുടെ വണ്ടി ഞാൻ പേടിപ്പിച്ചുകൊണ്ട് മുങ്ങിയേനെ. ഇപ്പോൾ തമ്പുരാന്റെ ശബ്ദം. ഇവിടെ വന്നായിരുന്നെങ്കിൽ മുങ്ങിയേനെ. നേരെ പാടില്ലാത്ത നോക്കണേ, മുട്ട് വരെ നോക്കണേ. എന്റെ പൊക്കം അറിയാലോ. അറിയാം വീട്ടിൽ ഇരുന്ന് സിനിമ കണ്ട ഞാൻ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടായോ? നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഇതൊക്കെ പലരും ജീവൻ നമ്മൾ കാണണ്ടായി, പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾ അറിയണ്ടായി. വീട്ടിൽ നിന്നിട്ട് മറ്റേ പാട്ട് കേട്ടാൽ പോലെ പറ്റുള്ളൂ. ഇത് നമ്മൾ പലരുടെയും ജീവിതം നമ്മൾ പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് പള്ളിപ്പാടുള്ള ആൾക്കാരുടെ ജീവിതമൊന്നും നമ്മൾ മാത്രം സൂക്ഷിച്ച് വീട്ടിൽ നമ്മുടെ വെള്ളം കയറത്തില്ല, നമ്മൾ സൂക്ഷിച്ചിരിക്കുക. ഇങ്ങനെയൊന്നും വിചാരിച്ചാൽ മതി. എന്താ പറയുക, ഈ വീഡിയോ കൊണ്ട് കിട്ടും ഇവിടെ കൊണ്ട് വെക്കും വീട്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഇവിടെയൊക്കെ എത്ര വെള്ളമുണ്ട്. വണ്ടി എടുത്ത് ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല, പെട്രോൾ ലാഭം കൂടെ ഉണ്ട്. എന്താ നല്ല കിടിലൻ സീറ്റ്. അതൊന്നും കാണത്തില്ല. അല്ല, ഈ ഫോർമേഷനില്ല മറ്റേ നേവിയും പോകുന്നു. എന്താ ആ പാടത്തേക്കൊന്ന് ഇറങ്ങണം.
പല ആഗ്രഹം തോന്നും ഇപ്പോൾ. ഇനി അങ്ങോട്ട് തിരിച്ചു പോകുമ്പോണ്ടല്ലോ വെള്ളം കൂടണം. ഇതാ ഇത്തിരി പാമ്പ് വന്നാൽ എന്ത് ചെയ്യണം? രസമുണ്ടല്ലേ, റോഡല്ല ക്ലീനാണ്. അതിന് ഉറപ്പാണ് പോകും. സൈലൻസർ താഴ്ന്നിരിക്കും. അഹങ്കാരം അത് മുങ്ങാനും. പക്ഷെ എന്നാലും യൂണിക്കോൺ എങ്ങനെ വന്നത് അതിനകത്തൂടെ? യൂണിക്കോൺ ഇങ്ങനെ ഇരിക്കണം നിന്റെ ബൈക്ക് പോലെ. എന്നാലും മിണ്ടർ ഈ പഴയ ബുള്ളറ്റൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നത് നോ എൻട്രി. ഇപ്പോൾ കാണാം. Looking to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. ഇവിടെ നമസ്കാരം. നമ്മളിപ്പോൾ ഇങ്ങനെ പേടിക്കലടാ. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിപ്പാടാണ്. പള്ളിപ്പാട് വളരെ വെള്ളം കയറി ബുദ്ധിമുട്ടിലാണ്. പലരും സൈക്കിളൊക്കെ ഇപ്പോൾ ഉരുണ്ട് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ഫോഴ്സിലാണ് ഈ വെള്ളം പോകുന്നത്. അനാവശ്യമായി ഇങ്ങോട്ടേക്ക് വാഹനവുമായി വരരുത് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വേണം, നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ വേണം നിങ്ങൾ മുന്നേക്ക് പോകാൻ. ഇപ്പോഴത്തെ പല സ്ഥലങ്ങളിലേക്കും പായലടിഞ്ഞ് ഇവിടെ വിവരങ്ങളുമായി ഒത്തുചേർന്നു. എന്താണ് വിവരങ്ങൾ? ഇവനെ സൂക്ഷിക്കണം. എന്നിട്ട് നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പള്ളിപ്പാടാണ്. പള്ളിപ്പാട് വളരെയധികം വളരെ പ്രളയ സമാനമായ സാഹചര്യമാണ്. 2018 എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. നല്ല വെള്ളമുണ്ട് ഇവിടെ, നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിൽ. എന്നാണ് ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നത്. ചേട്ടനാണ് സൈക്കിൾ പോകുന്നത്. സൈക്കിളിൽ നല്ല വെള്ളമാണ് ഇത്. വെള്ളം കൂടുതലാണെന്ന് ഞാൻ അതല്ല അന്ന് ആ വണ്ടി അവിടെ വരെ കൊണ്ടുപോയായിരുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സൈക്കിളിൻ്റെ ഈ വീടിൻ്റെ അടിയിൽ നിൽക്കും. അതിൽ വെള്ളം കൂടുതലുണ്ട്. വെള്ളം കൂടുതൽ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് നടക്കുമ്പോൾ തന്നെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ശ്രമിക്കാം. അതെന്തായാലും കുറേ തന്നെ പ്രതീക്ഷിക്കുന്ന കാറ് വരുന്നുണ്ട്. സൈഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വരും. അതിനിടയിൽ അവിടെ ആരെ പിടിപ്പിക്കാൻ കാറ് കൊടുപ്പിക്കുന്നുണ്ട്. ഇവിടെ മാറിക്കണം. പടക്കപ്പലാണോടാ എലിപ്പെട്ടിയാണോടാ സ്കെലിറ്റൻ ചിരി. പിന്നെ പുള്ളിനെ കുറ്റം വേണ്ട അറിയില്ല. ഇങ്ങനെ എടുത്തില്ല അത് പോകാം. ആരക്കാരെ മാറും. അതെ വെള്ളം കയറണം ഈ മുണ്ടിലൊക്കെ. പക്ഷേ മുണ്ടല്ല നിൽക്കണം. നോക്കണ ഗേറ്റിലെ വെള്ളം വന്നിട്ട് ഇന്നലെ കാലേ പേടിക്കുന്നേ. എല്ലാം കാണുമ്പോൾ ഇതിനെ കൊല്ലരുത്. നാഗദൈവമാണ്. എന്റെ തോളെ പിടിച്ചിട്ട് വീണ് ഞാനും സീരിയലുണ്ടല്ലോ മാറ്റം അത് ഈ സാധനങ്ങൾ അതെ ഓരോ ഇത് നിൽക്കുന്നുണ്ടോ. ചുമ്മാ കാല് വെച്ച് നോക്കി. കാല് അകന്നു പോകും. കാല് പോക്കല്ലേ. ഒരു കാര്യം നോക്കിക്കല്ലേ. അങ്ങ് പോകും കാലുമായിട്ട്. അതിനിടയ്ക്ക് ചൂണ്ടിടുന്നു. പിടിച്ചാലോ
ഓ നാരൻ. പോട്ടെ. ഓ അമ്മപ്പുഴയുടെ പൈതലായി. അന്നൊഴുകി കിട്ടി ഇങ്ങനെ കാറ് കഴിച്ചു പേടിച്ച് കളയോ കുറെ പേര് കഴിച്ചു. നല്ല ക്ലീൻ വെള്ളമല്ലോ. ചേട്ടാ നിർത്താതെ വിട്ടാണ് പോവാ. ഇങ്ങനെ പോയാൽ പോകും. അങ്ങനെ നിർത്താതെ പോണം. നിർത്താതെ പോണം. നിർത്താതെ പോണം. മരമുണ്ട്. ഇവിടെ മരമുണ്ട്. മുട്ടനെ മണ്ടയ്ക്കുണ്ട്. നടുക്കിയിലുമ്പോൾ പോവും. നിർത്താതെ പോയാൽ മതി. ആ ബൈക്ക് പോകുന്നുണ്ടോ? ബൈക്കിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മഞ്ഞ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് മഞ്ഞ അവിടെ നല്ല ആഴമുണ്ട്. നല്ല റോഡിലൊരു ചെറിയ അതിന് മണ്ടയ്ക്കാവും. അതിന് മണ്ടയ്ക്കാവും. ബാറ്ററിയുടെ ഒക്കെ മണ്ടയ്ക്കാവും. ബാറ്ററിയുടെ ഒക്കെ മണ്ടയ്ക്ക് ഇവിടെ വരെയൊക്കെ ആവും. പോകത്തില്ല. ഇത് സൗണ്ട് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ മയ്യായി. ആൾക്കാരെ മോട്ടിവേഷൻ കൊടുത്തേ ചേച്ചി വേണ്ട. അപ്പം ഇന്നത്തെ കിഴപ്പെല്ലാം കഴിഞ്ഞല്ലേ? ഇഷ്ടപ്പെട്ടു. ഇവിടെ പോവാം. into golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a waterfall. Like a waterfall. ഇതിപ്പോൾ സാധ്യത പോകണം. നമ്മൾ ഇപ്പൊ മഴ ചെയ്താലോ നനയും. അതിനകത്ത് വെള്ളം കിടക്കും. ഇല്ല, സൺറൂഫ് ഉണ്ട്. അടക്കി ഇവിടെ പോരാ ഇറങ്ങി. അല്ല വെള്ളം പുറത്തു പോകുന്ന പരിപാടി ഉണ്ടല്ലോ. അതിനകത്ത് വെള്ളം കോരിക്കള കൂട്ടയുണ്ട് വെള്ളം പോകാൻ അടിയിൽ. എവിടെ പോവാ? പണി അറിയാവുന്ന ആളാ. എവിടെ പോവാ? എങ്ങോട്ട് പോകും? ചുമ്മാ കറങ്ങാൻ പോകണം. നമുക്കൊന്ന് വാങ്ങിച്ചായിരുന്നു വീട്ടിൽ. ഇപ്പോഴും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോകും. ഇപ്പോഴേ തോട്ടി